2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വി ഡി സതീശൻ അവർകൾ മുഖ്യമന്ത്രിയായി. ആദ്യം ചെയ്ത ഒരു നടപടിയാണ് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ളൊരു ധവളപത്രം കൊണ്ടുവന്നു, വൈറ്റ് പേപ്പർ കൊണ്ടുവന്നു. ഇപ്പോൾ ആസൂത്രണ ഉപാധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുന്ന ഡോക്ടർ കെ എം ചന്ദ്രശേഖരൻ, അദ്ദേഹം വളരെ സീനിയറാണ്, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി വരെ ആയ ആളാണ്, വലിയ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്. ഇപ്പം പ്രായമായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം 60 വയസ്സ്, 65, 75 വയസ്സ് എന്തായാലും മിനിമം ആകും. 75 കുറയാതെ തന്നെയാകും. അപ്പോൾ അദ്ദേഹം എന്തായാലും പ്ലാനിംഗ് ബോർഡിൽ അംഗമായിട്ടാണ്, പിന്നെ ചെയർമാനാക്കിയിട്ടുണ്ട്. പുതിയ ചെയർമാനാണെന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ, ധവളപത്രത്തിൻ്റെ റിപ്പോർട്ടിൽ 5.07 ലക്ഷം കോടി രൂപയുടെ കടം, അതായത് 35% കേരളത്തിൻ്റെ ബാധ്യത, കേരളം ആകെ സമ്പത്തിൻ്റെ 35.5% ബാധ്യത വരും. അതിൽ ബഡ്ജറ്റിൽ പുതിയ ശുദ്ധ വായ്പ നെറ്റ് ബോറോയിങ് ഏകദേശം 52,364 കോടിയായി കണക്കാക്കിയിട്ടുമുണ്ട്. ഇതാണ് നേരത്തെയുള്ള വാർത്ത. എന്നാൽ ഇപ്പോഴുള്ള പുതിയൊരു വാർത്ത വരുന്നത് 10,000 കോടി രൂപ കടമെടുത്തു എന്നുള്ളതാണ്. ഈ കടം എടുക്കുന്ന രീതികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺ എന്ന് പറഞ്ഞ് വിപണിയിൽ നിന്ന് കടമെടുക്കും. പക്ഷേ അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് അത് തോന്നും പോലെ സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയില്ല. അങ്ങനെ പരിധി നിശ്ചയിക്കുന്നത് പലപ്പോഴും വിവാദവുമായിട്ടുണ്ട്. പക്ഷേ പരിധി നിശ്ചയിക്കുന്നത് സംസ്ഥാനമല്ലാതെ പരിധിയില്ലാതെ കടമെടുത്താൽ തീർച്ചയായിട്ടും അത് കൂപ്പുകുത്തും. പിന്നെ സംസ്ഥാനത്തിന് നിത്യദിനാന ചെലവുകൾക്ക് പോലും പണം കൊടുക്കാൻ കാണില്ല. പലിശ കൊടുത്ത് കഴിയുമ്പോൾ വേറെ ഒരു കാര്യത്തിനും പൈസ കാണില്ല. അതുകൊണ്ട് അങ്ങനെ കടമെടുക്കാൻ പറ്റില്ല. അതിനൊരു നിശ്ചിത പരിധിയുണ്ട്. ഇത് കൂട്ടണം കുറയ്ക്കണം എന്നുള്ളതൊക്കെ ഉള്ളതാണ് നമ്മൾ സ്റ്റേറ്റും കേന്ദ്രവുമായി നടക്കുന്ന ഒരു പ്രധാന തർക്ക വിഷയം. അതുപോലെ നബാർഡ് പലിശ കൊടുക്കാറുണ്ട്. ഹഡ്കോ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പലിശയ്ക്ക് എടുക്കാറുണ്ട്. സ്മാൾ സേവിങ്സ് കുറച്ച് തുക കിട്ടുള്ളൂ, പക്ഷേ അതിൽ നിന്നും പണം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി പൈസ എടുക്കാറുണ്ട്. കിഫ്ബി വഴി പണം മൊബിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പണത്തിൻ്റെ മഹാഭൂരിപക്ഷവും പോകുന്നത് 70% 80% 60% പല കണക്കുകളുണ്ട്. ഞാൻ കണക്കുകൾക്ക് കിടന്ന് കടിപിടി കൂടാനല്ല ഉദ്ദേശിക്കുന്നത്. എന്തായാലും ശമ്പളവും പെൻഷനും പോലുള്ള സ്ഥിരമായ ചെലവുകൾക്കാണ് ഇതിൻ്റെ മെജോറിറ്റി പൈസയും പോകുന്നത്. പിന്നെ പലിശ തിരിച്ചടവുണ്ട്. ഈ എടുത്ത് വാങ്ങിച്ചതിനെല്ലാം പലിശ തിരിച്ചടയ്ക്കണം. പിന്നെ സാമൂഹ്യക്ഷേമ പദ്ധതി, ഇതെല്ലാം അൺപ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകളിലേക്കാണ് ഈ പണമെല്ലാം പോകുന്നത്. റോഡ്, ആശുപത്രി, സ്കൂൾ ഇവയുടെ വികസനം നികുതി വരുമാനത്തേക്കാൾ കൂടുതൽ എപ്പോഴും ചിലവ് വരുന്ന ഒരു സംസ്ഥാനമാണ്. അത് കൃത്യമായി ഈ ഞാൻ പറഞ്ഞ പോലെ സാമൂഹ്യക്ഷേമ പെൻഷൻ, അല്ലാത്ത പെൻഷൻ, വികസന പദ്ധതികൾ, പഴയ കടങ്ങളുടെ തിരിച്ചടവ്, ദൈനംദിന സർക്കാർ ചെലവ്, സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, ജീവനക്കാരുടെ ശമ്പളം, ഇങ്ങനെ കൂടുതലും പോകുന്നത് സർവീസ് മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പണത്തിലാണ്. പ്രൊഡക്ഷൻ സെക്ടറിലോ പ്രൊഡക്റ്റീവ് മേഖലകളിലോ പണം പോകാറില്ല. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഒരുപാട് പണം അങ്ങനെ പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ വായ്പയെക്കുറിച്ച് പരിധി വർദ്ധിച്ചെന്നും കേന്ദ്രം വായ്പാ പരിധി കുറച്ചതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചെന്നും കൂടുതൽ വായ്പ അനുവദിക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. അതേസമയം പ്രതിപക്ഷം പറയുന്നത് ഇത് തുടർച്ചയായ വായ്പ എടുപ്പ് കടബാധ്യതയും പലിശ ഭാരവും കൂട്ടുമെന്നുള്ളതാണ്. എന്തായാലും 10,000 കോടി രൂപയുടെ വായ്പ കൂടി എടുക്കാൻ കേരളം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ അത് സംബന്ധിച്ച് ഇനിയും വാർത്തകൾ വരേണ്ടതുണ്ട്. സമ്പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയല്ല എങ്കിലും 10,000 കോടി രൂപ കേരളം കടമെടുക്കുന്നു. പക്ഷേ അപ്പോഴൊരു ചോദ്യം വി ഡി സതീശൻ്റെ മുന്നിലുണ്ട്. ഈ വൻകിട പദ്ധതികൾ ഒരുപാട് താങ്കൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം സമുദ്ര മിഷൻ മുതൽ വിഴിഞ്ഞം പോർട്ട് മുതൽ കാസർഗോഡ് വരെ എടുത്താൽ വിവിധങ്ങളായ വൻകിട പദ്ധതികൾ നിരവധി വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻപോട്ട് വച്ചിട്ടുണ്ട്. ഇവയൊക്കെ നടപ്പിലാക്കുന്നതിനുള്ള ഒരു 2 ലക്ഷം കോടി രൂപയെങ്കിലും അഡീഷണലായി കണ്ടെത്തണം. ഈ തുക എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ജോലിയാണ്, ഒരു ചോദ്യമാണ്. പക്ഷേ കൃത്യമായ സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക ക്രമീകരണങ്ങളും, അച്ചടക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ചിലവാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക ക്രമീകരണവും മുൻഗണനകൾ ഒരുപാട് മാറ്റുന്ന രീതിയൊക്കെ കൊണ്ടുവന്നാൽ തന്നെ കുറേ അധികം പണം ലാഭിക്കാൻ കഴിയും. പിന്നെ ടാക്സ് കളക്ഷൻ വളരെ പലപ്പോഴും പാത്തറ്റിക് കണ്ടീഷനാണ്. അത് വളരെ കൃത്യമായ ടാക്സ് കളക്ഷൻ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. ഇത്തരത്തിൽ പിന്നെ പുതിയ ഒരുപാട് ടാക്സ് ഏർപ്പെടുത്തിയ ആളുകൾക്ക് ബഹളം ഉണ്ടാക്കിയ പിന്നെ തർക്കവും വഴക്കും പിന്നെ അങ്ങനെ. അതേസമയം നിലവിലുള്ള ടാക്സിൻ്റെ പിരിവെടുപ്പ് പലപ്പോഴും പല ആളുകളും ടാക്സ് അടയ്ക്കുകയോ പിരിക്കുകയോ ചെയ്യുന്നില്ല. 450-500 കോടി രൂപയാണ് വെള്ളത്തിന് വായ്പ എടുത്തിട്ട് വെള്ളത്തിന് തിരിച്ചടയ്ക്കാനുള്ളത്. അത് കേരള വാട്ടർ അതോറിറ്റിക്ക് 500 കോടി രൂപ ആണ് ജനങ്ങൾ കൊടുക്കുക. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യും. വാട്ടർ അതോറിറ്റി അത്ര സ്ട്രിക്റ്റ് അല്ല.
അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ധാരാളം കടത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 500 കോടി രൂപ കടത്തിലാണ്. അപ്പോൾ ഏത് കോർപ്പറേഷൻ എടുത്താലും ഏത് വികസന പദ്ധതി എടുത്താലും വലിയ കടത്തിലാണ് കേരളം ഓടുന്നത്. അപ്പോൾ അത് എങ്ങനെ കേരളം ഓടുന്നതിൽ അർത്ഥമില്ല. ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പണപ്പിരിവെന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ഷനിലൂടെയോ അല്ലെങ്കിൽ പുതിയ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടോ പുതിയ ഉൽപ്പന്ന കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടോ ഉൽപ്പാദന കേന്ദ്രങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ കടമെടുപ്പ് പിടിക്കാനുള്ള ഒരു പണി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത്രമാത്രം കടമെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ പരിമിതിയുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു 10,000 കോടി രൂപ കടമെടുക്കുകയാണ്. പക്ഷെ അവിടെയും വിചിത്രമായ കാര്യം, എടുക്കുന്ന തുകയുടെ നല്ലൊരു ശതമാനം 75% ഞാൻ ഈ പറഞ്ഞ അൺപ്രൊഡക്റ്റീവ് മേഖലകളിലേക്കാണ് പോകുന്നത് എന്നുള്ളത് വലിയൊരു സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വിഷയം തന്നെയാണ്.